السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളിൽ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള 7 മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പുതിയ കാലമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ തെറ്റിക്കപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരിൽ ദീൻ നിലനിൽക്കുക, അവരിൽ ഈമാൻ നിലനിൽക്കുക, അത് നിരന്തരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ബോധപൂർവം ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരുപോലെ നിർവഹിക്കേണ്ടുന്ന ദൗത്യമാണ്. ഈമാൻ നഷ്ടപ്പെടുന്ന, ദീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് നഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് മക്കൾ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ആദിയും ടെൻഷനും യഥാർത്ഥ മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് ഓരോ രക്ഷിതാവിനും അധ്യാപകനും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് സഹായിക്കുന്ന 7 മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ മക്കളുമായുള്ള സംസാരങ്ങളിൽ, വിദ്യാർത്ഥികളുമായുള്ള സംസാരങ്ങളിലൊക്കെ റബ്ബിനെ കുറിച്ച് നമ്മൾ കൂടുതലായി പറയാം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്താനും അവനെക്കുറിച്ചുള്ള ചിന്തയും അവനെക്കുറിച്ചുള്ള വിചാരവും നമ്മുടെ മക്കളിൽ, നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ബോധപൂർവം നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് അത് അവരുടെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ രൂഢമൂലമാകുകയുള്ളൂ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അത് ബോധപൂർവം നമ്മൾ പറയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തത് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ചരിത്രങ്ങളും കഥകളും കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മുതിർന്നവരായ നമുക്കടക്കം നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. നമുക്ക് പറയാം മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, താബികളെ കുറിച്ച്, തബഉ താബികളെ കുറിച്ച്, സലഫുകളെ കുറിച്ച്, മുൻഗാമികളെ കുറിച്ച് എത്രയെത്ര ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ ഈമാൻ, അവരുടെയൊക്കെ വിശ്വാസത്തിന്റെ കരുത്ത്, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴും വിശ്വാസം കൊണ്ട് അവർ രക്ഷപ്പെട്ടത്, അതും പല സമയത്തായി ബോധപൂർവം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. അത്തരം സംസാരങ്ങൾ കുട്ടികൾ കേൾക്കണം. അതാണ് രണ്ടാമത്തത്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ പരിഭാഷ വെച്ച് വായിക്കുമ്പോൾ തന്നെ എത്രയെത്ര ചരിത്രങ്ങളാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന, നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ
വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന എത്ര ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നതോടൊപ്പം, നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നാം അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ദീൻ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളുടെ ഭാഗമാകുക. നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ദീനീയായ സംസാരങ്ങൾ കേൾക്കേണ്ട കാലമാണിത്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അവരുടെ ദീനിന്റെ പഠനം മുടങ്ങിപ്പോകുന്നുവെങ്കിൽ എത്ര ഗൗരവമുള്ള സംഗതിയാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികൾ, നിരീശ്വരവാദ ചിന്തകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ട്. അവർ കാണുന്ന സോഷ്യൽ മീഡിയകളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഹിമായുടെ ഓൺലൈൻ മദ്രസയിൽ ഉണ്ടായ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മദ്രസയിൽ ചേർന്നു. ഓൺലൈൻ മദ്രസയിലെ ആദ്യത്തെ ക്ലാസ്സിൽ അള്ളാഹിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ടീച്ചർ വിശദീകരിച്ചു കൊടുത്തപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് അള്ളാഹു ഇല്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ദീൻ കുട്ടികൾക്ക് കിട്ടിയില്ല എങ്കിൽ, അവരെ പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ എത്ര വലിയ ഗൗരവകരമായ അപകടത്തിലേക്കാണ് നമ്മൾ എത്തുക. അതുകൊണ്ട് ദീൻ ഒന്നുകിൽ നമ്മൾ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് കൃത്യമായി പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുടെ ഭാഗമാക്കി നമ്മൾ മാറ്റണം. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, ഇസ്ലാമിന്റെ സത്യത ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം സത്യമാണ്, ഖുർആൻ സത്യമാണ്, പരലോകം സത്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസമോ ഏതെങ്കിലും ഒരു സമയത്തോ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. മറിച്ച് എപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ നമ്മൾ കണക്ട് ചെയ്യണം. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ഇസ്ലാം പറഞ്ഞ പല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായി പുലരുന്ന കാഴ്ച, അതിന് നമ്മളൊക്കെ പലപ്പോഴും സാക്ഷികളാകാറുണ്ട്. ഇപ്പൊ കുട്ടി പറയുകയാണ്, പെട്ടെന്ന് സമയം പോണ പോലെ ഫീൽ ചെയ്യാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ വിഷയം. അവസാന കാലമാകുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് തഖാറുബുസ് സമാൻ. വളരെ പെട്ടെന്ന് കാലം കഴിഞ്ഞു പോകുന്ന അവസ്ഥ വരും. ഒരു വർഷം ഒരു മാസത്തിന്റെ വേഗതയിൽ കടന്നു പോകും. ഒരു മാസം ഒരാഴ്ചയെ പോലെ, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ, ഒരു ദിവസം ഒരു മണിക്കൂറിനെ പോലെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് തീരുന്ന അവസ്ഥ ഉണ്ടാകും. സോഷ്യൽ മീഡിയയും റീൽസും ഷോർട്സും കണ്ട് ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന പുതിയ കാലത്ത് ഇതുപോലെയുള്ള കണക്ട് ചെയ്യലുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഭൂകമ്പങ്ങൾ, അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. ഇങ്ങനെ തുടങ്ങി ഇസ്ലാം പറഞ്ഞത് എന്താണോ, ഇസ്ലാം പഠിപ്പിച്ചത് എന്താണോ, അതിലേക്ക് തിരിഞ്ഞു നടക്കുന്ന അവസ്ഥ, അതിൻ്റെ ഓരോ വാർത്തകൾ നമ്മൾ കാണുമ്പോഴും അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക.
അഞ്ചാമത്തേത് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കണം. ദീനിയായ നമ്മുടെ അനുഭവങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയത്, നമ്മൾ ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമികമായ പല മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടായത് നമ്മുടെ മക്കളോട് പറയണം. അവരുടെ ഈമാൻ വർദ്ധിക്കട്ടെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, അവരും അത്തരത്തിലുള്ള നന്മകളിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ദൃഢബോധ്യത്തിലേക്ക് വരുന്ന നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. അതും നമ്മൾ ബോധപൂർവം നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. ആറാമത്തത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുക. ആകാശം, ഭൂമി, കടൽ, വ്യത്യസ്ത ജീവജാലങ്ങൾ, മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാൻ, അള്ളാഹിന്റെ സൃഷ്ടിപ്പ് എത്ര അത്ഭുതമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ, മഴക്കാലമാകുമ്പോൾ മഴയെക്കുറിച്ച് പറയാൻ, വേനലാകുമ്പോൾ കടുത്ത ചൂടിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ, എല്ലാ കാര്യങ്ങളും ദീനിലേക്ക്, റബ്ബിലേക്ക്, പരലോകത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള വലിയ ദൗത്യമാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നിർവഹിക്കാനുള്ളത്. ഏഴാമത്തത് പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കൾ അവരെ നിരീശ്വര ചിന്തകളിലേക്ക്, ലിബറൽ ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ ഇന്ന് വ്യാപകമാണ്. അതിലേറ്റവും കൂടുതൽ പിശാച് നമ്മുടെ മക്കളെ ബന്ധസ്ഥനാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടണം. അത്തരം തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ പോകാൻ പാടില്ല. പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ ചൊല്ലുക, പ്രത്യേകിച്ചും പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അദ്കാറു സ്വബാഹി വൽ മസാ, സുബഹിക്ക് ശേഷം അസറിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, അത് ശീലമാക്കുക, അതെപ്പോഴും ഓർമ്മപ്പെടുത്തുക, അത് ചൊല്ലുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശേഷിച്ചും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ മക്കളെ പ്രേരിപ്പിക്കുക, അത് നമ്മൾ ഓർമ്മപ്പെടുത്തുക. കാരണം ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ നിസ്കാരം പ്രോപ്പറാക്കുക. കൃത്യമായി നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടി എത്തുമ്പോൾ തന്നെ തീർച്ചയായും പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഒരു ദീനിന്റെ വഴിയിലേക്ക്, ജീവിതത്തിൽ തന്നെ ഒരു ബറക്കത്തും ഖൈറും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മക്കളെത്തും. ഈ 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം നമ്മുടെ മക്കളിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അധ്യാപകരാണെങ്കിൽ വിദ്യാർത്ഥികളിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ വർദ്ധിപ്പിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒക്കെ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള അറിവുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല